രാജ്യതലസ്ഥാനത്ത് അശാന്തി വിതയ്ക്കാനും സമാധാന അന്തരീക്ഷം തകർക്കാനും ശ്രമിക്കുന്ന ദേശവിരുദ്ധ കൂട്ടായ്മയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കലാപശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യ എംപിമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം നടത്തി. രാജ്യതലസ്ഥാനത്ത് ബോധപൂർവം കലാപം അഴിച്ചുവിടുവാനും ക്രമസമാധാനം തകരാറിലാക്കുവാനും ശ്രമിക്കുന്ന ദേശവിരുദ്ധ കൂട്ടായ്മകൾക്കെതിരെ രോക്ഷമിരമ്പുന്നു. പാർലമെന്റിന്റെ പ്രധാന കവാടത്തിനു മുന്നിൽ പ്ലക്കാർഡുകളുമായി ഭരണപക്ഷ എംപിമാർ പ്രതിഷേധമുയർത്തി. രാജ്യത്തിന്റെ പരമാധികാരത്തെയും സമാധാനത്തെയും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. ഡൽഹിയിൽ അക്രമം വിതയ്ക്കുന്ന സംഘങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന തുറന്നുകാട്ടണമെന്നും ജനജീവിതം സാധാരണ നിലയിലാക്കാൻ ഇടപെടണമെന്നും എംപിമാർ ആവശ്യപ്പെട്ടു. സഭയ്ക്കുള്ളിലും പുറത്തും വിഷയത്തിന്റെ ഗൗരവം ഉയർത്തിക്കാട്ടാനാണ് NDA നീക്കം. വ്യാജ പ്രചരണങ്ങൾ നടത്തി തലസ്ഥാനത്തെ ചതിക്കുഴിയിലാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും പ്രതിഷേധത്തിൽ ശക്തമായി ഉയർന്നു. സഭയ്ക്കുള്ളിൽ വ്യാജ വാർത്തകളെയും തെറ്റിദ്ധാരണകളെയും തുറന്നുകാട്ടുന്നതിനൊപ്പം തെരുവിൽ കലാപം അഴിച്ചുവിടുന്ന സംഘങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ ഉറപ്പാക്കണമെന്നും സഖ്യകക്ഷി നേതാക്കൾ വ്യക്തമാക്കി. വിദ്വേഷ പ്രചരണം നടത്തുന്ന ഇൻഫ്ലുവൻസർമാർക്കും വ്യാജ സോഷ്യൽ മീഡിയ ഹാൻഡിലർമാർക്കുമെതിരെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ക്രമസമാധാനം തകരാറിലാക്കുവാനും വ്യാജ സന്ദേശങ്ങളിലൂടെ വിദ്വേഷം പടർത്തുവാനും വിദേശ അക്കൗണ്ടുകൾ ഉൾപ്പെടെ അടങ്ങുന്ന ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായി വിശ്വസനീയമായ റിപ്പോർട്ടുകളുണ്ട്. ഈ ഗൂഢാലോചന തുറന്നുകാട്ടാൻ തങ്ങൾ സഭയിൽ ചർച്ചയ്ക്ക് സന്നദ്ധമാണെങ്കിലും പ്രതിപക്ഷം നിർണായക ചർച്ചകളിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന് എംപിമാർ ആരോപിച്ചു. ജനം, ഡൽഹി.